വടക്കാഞ്ചേരിയിൽ ഇനി ഈസിയായി ഐഫോൺ കിട്ടും. 0 ഡൗൺ പേയ്മെന്റിൽ 0 ഇൻട്രസ്റ്റോടെ. എല്ലാവിധ സ്മാർട്ട് ഫോണുകളും തവണ വ്യവസ്ഥയിൽ. എല്ലാ ഫോണുകളുടെയും സർവീസിംഗിന് വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം. ഡിസ്പ്ലേ, ബാറ്ററി എന്നിവ 10 മിനിറ്റിൽ സർവീസ്. ഫോൺ സോൺ ബോയ്സ് ഹൈസ്കൂളിന് സമീപം, സ്കൈ ബിൽഡിംഗ്, വടക്കാഞ്ചേരി. ആക്സിസ് ബാങ്കിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി. കോൺടാക്ട് 6282044414 8156 812121. നമസ്കാരം. BCV ന്യൂസിൻ്റെ നാട്ടിലോട്ട് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഉള്ളത് വടക്കാഞ്ചേരി നഗരസഭ മാരാത്തകുന്നിലാണ്. മാരാത്തകുന്നിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ വൈസ് ചെയർപേഴ്സണായ ഷീല മോഹനാണ്. രണ്ടാം തവണയാണ് ഇവിടെ LDF സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. CPI പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ്. നമസ്കാരം ഷീലജി. നമസ്കാരം. എങ്ങനെയുണ്ട് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്? പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ഡിവിഷൻ ഇപ്പോൾ 19ആയി. 3 റൗണ്ട് എല്ലാ സ്ഥലത്തും എത്തിക്കഴിഞ്ഞു. ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയാണ് പ്രതികരണങ്ങൾ? ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല പ്രതികരണമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാലോ, ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത് നമ്മുടെ LDF സർക്കാർ, അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയും 10 വർഷക്കാലമായി LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ അനുഭവം വെച്ച് തന്നെയാണ് അവർ നമ്മളോട് നല്ല രീതിയിലാണ് പ്രതികരണം ഉണ്ടാകുന്നത്. വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഏകദേശം പൂർത്തീകരിച്ചോ? കഴിഞ്ഞ പ്രാവശ്യത്തെ കൗൺസിലറായി സ്ഥിതിക്ക് തീർച്ചയായിട്ടും പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ സോമേട്ടനാണ് ഈ ഡിവിഷനെ പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മാരാത്തുകുന്നിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം തീരെ ലഭ്യമല്ലാത്തൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ സോമേട്ടൻ നിന്നതിന് ശേഷം ഇവിടെ ഒറ്റ കുടിവെള്ള പദ്ധതി പോലും, ഒരു പൊതു ടാപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 7ഓളം കുടിവെള്ള പദ്ധതികൾ നമുക്ക് ഇവിടെ ആരംഭിക്കാൻ സാധിച്ചു. ഏറ്റവും കുന്നിൻ്റെ മുകളിലുള്ള ആളുകൾക്കും ഏകദേശം 10 മാസത്തോളം നമുക്ക് വെള്ളം കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോമേട്ടൻ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന രീതിയിൽ എനിക്കും അതിൽ പങ്കാളിയാവാനും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ റോഡുകളുടെ കാര്യമാണെങ്കിലും കുടിവെള്ള പദ്ധതിയുടെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ വെളിച്ചം എത്തിക്കുന്നതിൻ്റെ കാര്യമായാലും എല്ലാം നല്ല രീതിയിൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ായ വീടില്ലാത്ത ആളുകൾക്ക് പരമാവധി ആളുകൾക്ക് വീട് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടികജാതി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പഠനമുറികൾ അർഹതപ്പെട്ട ആളുകളിലേക്ക് മുഴുവൻ പേർക്കും എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീട് റിപ്പയറിങ്ങിൻ്റെ കാര്യമായാലും SCയും ജനറലായാലും അർഹതപ്പെട്ടവരിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ തുടർ വികസന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുണ്ടോ? പൂർത്തീകരിക്കാനുണ്ട്. കുറച്ച് ഭാഗങ്ങളിൽ നമ്മൾ സ്ട്രീറ്റ് മെയിൻ വലിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിലാവ് പദ്ധതി വന്നപ്പോൾ കുറച്ച് ഭാഗങ്ങളിൽ നിലാവ് പദ്ധതി ഇടാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 3,17,000 രൂപയാണ് എസ്റ്റിമേറ്റ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഫണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ കുന്നിൻ്റെ മുകളിലേക്ക് കയറി പോകാനായിട്ട് ആളുകൾക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഹാൻഡ് റെയിൽ വയ്ക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ 3 വഴികളിലായിട്ട് ഹാൻഡ് റെയിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഞാനിപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, എല്ലാ വീടുകളിൽ കയറുമ്പോൾ വോട്ട് അഭ്യർത്ഥിക്കുന്നില്ല. അവരെ ആൾക്കാരുടെ അടുത്തേക്ക് പോയി അവരുടെ അഭ്യർത്ഥന കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണത്? വോട്ട് അഭ്യർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് വോട്ട് ലഭിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ അവരോടൊപ്പം നിന്നൊരാളെന്ന നിലയിലും ഞാൻ ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗ പ്രവർത്തനത്തിൽ വന്ന ആളെന്ന രീതിയിലും അവരോടൊന്നും വോട്ട് അഭ്യർത്ഥിക്കേണ്ടതില്ല എന്ന് തന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതാണ്? ഭൂരിപക്ഷം നമുക്കിപ്പോൾ നിർണ്ണയിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിലവിലുണ്ടായിരുന്ന ഡിവിഷൻ 17നെ നമ്മുടെ 5 ഭാഗമായിട്ടാണ് വിഭജിച്ചേക്കുന്നത്.
അപ്പോൾ നമുക്ക് കുറേ ഭാഗം നമ്മുടെ കുറേ ആളുകൾ വേറെ ഡിവിഷനുകളിലേക്ക് മാറിപ്പോയി. അവിടെ നിന്ന് വന്ന ആളുകളുടെ മാനസിക സ്ഥിതി എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പരമാവധി ആളുകളോട് നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളും നഗരസഭ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നമ്മൾ അവരോട് നല്ല രീതിയിൽ പറയുന്നുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, അവർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഭൂരിപക്ഷം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് എന്താ പറയുക? അതായത് ഇവർ ശക്തനാണ് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി? നമ്മളൊരു വ്യക്തികളെ അങ്ങനെ പറയാൻ എനിക്ക് താല്പര്യമില്ല. ആള് കോൺഗ്രസ് ഒരു കുടുംബത്തിലുള്ള ഒരാളാണ്, നമ്മളറിയുന്നൊരു വ്യക്തിയാണ്. പിന്നെ അവരുടെ പ്രവർത്തനങ്ങൾ അവർ തന്നെ വിലയിരുത്തട്ടെ. ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ പൂർത്തീകരിക്കാനുള്ളത്? ഇനി എന്തെങ്കിലും പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളത് എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും പൂർത്തീകരിക്കാനുള്ളത് ഇപ്പം നമ്മുടെ കഴിഞ്ഞ 25-26 സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ലഭിച്ച ഫണ്ട് വെച്ച് നമ്മൾ ആലുംകുളം റോഡ് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ ഡിവിഷനിൽ നിന്ന് മാറിപ്പോയി എങ്കിലും പവർ ഹൗസ് റോഡ് അതിൻ്റെ എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞതാണ്. റീടാറിങ് മാരാത്തുകുന്ന് MK റോഡ് തൊട്ട് HMC വരെ നമ്മൾ ഏകദേശം 5,30,000 രൂപയുടെ പണി പൂർത്തീകരിക്കാനായിട്ട് അതും എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിവിഷൻ്റെ ഒരു ചെറിയൊരു ഭാഗം അട്ടിപ്പറമ്പ് ഭാഗം വരുന്നുണ്ട്, അവിടേക്ക് നമ്മൾ 4 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. അങ്ങനെ മോശമായി കിടക്കുന്ന മുഴുവൻ റോഡുകളും പിന്നെ നമ്മൾ ഇപ്രാവശ്യം നമുക്ക് ഫ്ലഡിൻ്റെ ഒരു 5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ആ ഫണ്ട് നമ്മുടെ മാരാത്തുകുന്ന് മെയിൻ റോഡ് തൊട്ടിട്ട് ഈ MK റോഡ് വരെ അതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല. പിന്നെ പ്രധാന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവിഷനിൽ വെള്ളം പോകുന്ന ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം താഴെ നമ്മുടെ റോട്ടിലൂടെ ഒഴുകി പോകുന്നത്. അപ്പോൾ സോമേട്ടൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഏകദേശം 7 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് കാന നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാരാത്തുകുന്ന് MK റോഡിൻ്റെ അവിടെ തന്നെ ഒരു കൺവെർട്ട് ആദ്യകാലങ്ങളിലുള്ളതാണ്. ആ കൺവെർട്ടിൽ കൂടെ വെള്ളം പാടത്തേക്കാണ് ഒഴുകി പോകുന്നത്. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്, പാടത്ത് പണി ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രധാന വിഷയമായിരുന്നു. അപ്പോൾ നമുക്കൊരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഓരോ വർഷം കിട്ടുക 10 ലക്ഷം, മാക്സിമം 15 ലക്ഷം രൂപയെ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു കിട്ടുന്ന ഫണ്ട് SC ഉണ്ടാവും, മെയിൻ്റനൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു പണി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ നമുക്ക് 25 ലക്ഷം രൂപ ലഭിച്ചതിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ 24-25 3 ലക്ഷവും ഇപ്രാവശ്യത്തെ ഫണ്ടിലെ 14.5 ലക്ഷം ഉൾപ്പെടുത്തി മൊത്തം 17 ലക്ഷത്തിൻ്റെ 3 ലക്ഷത്തിൻ്റെ എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ അത് ഒന്നിച്ച് ചെയ്യാമെന്നുള്ള അവർ പറഞ്ഞതുകൊണ്ട് ഈ 17.5 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് MK റോഡ് മുതൽ നമ്മുടെ HMC വരെ ആ കാന പണി പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ മാർച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ എസ്റ്റിമേറ്റ് എടുക്കും, എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഗ്രിമെൻറ്റ് വെച്ച് അതിൻ്റെ പണി പൂർത്തീകരിക്കും. ഏറ്റവും വലിയൊരു വർഷങ്ങളായിട്ടുള്ളൊരു വലിയ വിഷയമാണ്. ആ വിഷയം ഇതോടുകൂടി പരിഹരിക്കാനാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് പൂർത്തീകരിക്കും. അടുത്ത പ്രാവശ്യം നമ്മൾ വിജയിച്ച് വന്നാൽ ഇവിടെ പട്ടികജാതി കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിശേഷ കാര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ വലിയ ഹാളിലേക്കും അല്ലെങ്കിൽ വടക്കാഞ്ചേരിക്കും ഒക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. അതൊന്നും താങ്ങാൻ പറ്റാത്ത ആളുകളാണ് ഇവിടെ നിത്യം കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഹാള് പണിയണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഫണ്ട് നമുക്ക് MLA ആയാലും MP ആയാലും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കും യുവതികൾക്കും ഒരു ഓപ്പൺ ജിമ്മിൻ്റെ എൻ്റെ മനസ്സിലുണ്ട്. നമുക്കതിന് സ്ഥലപരിമിതി മൂലം നമുക്കതിന് ഫണ്ട് വയ്ക്കാൻ നിർവാഹം ഉണ്ടായിരുന്നില്ല. ജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും അത്തരം സംവിധാനങ്ങളും കൂടി കുട്ടികൾക്കും സ്ത്രീകൾക്കായിട്ടുള്ള ഓപ്പൺ ജിമ്മ് ഉൾപ്പെടെ ഉള്ളത് സംവിധാനം ഒരുക്കി കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. ഇനി വടക്കാഞ്ചേരിയിൽ വീണ്ടും LDF തുടരും എന്നൊരു ഉറപ്പുണ്ടോ? തീർച്ചയായിട്ടും, ഒരു സംശയവും വേണ്ട. കാരണം വെറും 10 വർഷം മാത്രം പ്രായമുള്ള വടക്കാഞ്ചേരി നഗരസഭ 100-150 വർഷം പഴക്കമുള്ള നഗരസഭയോട് കിടപിടിച്ച് 1ാം സ്ഥാനത്തെത്തണമെങ്കിൽ ഒരു നഗരസഭ ഒരു ഭരണസമിതിയുടെ മാത്രം അത് കഴിവല്ല. എല്ലാ ജനങ്ങളുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് അത്. വിദ്യാഭ്യാസ മേഖലയായാലും അതുപോലെ ആരോഗ്യ മേഖലയിലും ശുചിത്വ മേഖലയിലും അതുപോലെ തന്നെ നമ്മുടെ വയോജനങ്ങളുടെ കാര്യത്തിലായാലും എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണസമിതിയാണ് നിലവിൽ ഇപ്പോൾ ഈ 10 വർഷക്കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തുടർഭരണം LDFന് തന്നെ കിട്ടണം, അല്ലെങ്കിൽ കിട്ടും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരു പ്രതിപക്ഷമില്ലാത്തൊരു നഗരസഭയായിട്ട് മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം.
ഈ വന്യമൃഗശല്യത്തിൽ രൂക്ഷമായൊരു പ്രദേശമാണിതെന്നാണ് പൊതുവുള്ള. അപ്പോൾ ഇതിനെന്തൊരു പരിഹാരം? ഇതിന് പരിഹാരം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടുന്ന ഈ നിസ്സാര ഫണ്ട് വെച്ചിട്ടൊന്നും അതിനൊരു പരിഹാരം കാണാൻ സാധിക്കില്ല. നമ്മൾ MLA-യോടും MP-യോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവരൊക്കെ സ്ഥലം സന്ദർശിച്ചു. അത് ഈ സൗരോർജ്ജ വേലി നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ പൂർത്തീകരിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഡിവിഷനിലായാലും അകമലയിലാണ് ഏറ്റവും കൂടുതൽ ഈ വന്യമൃഗങ്ങളുടെ ശല്യം വരുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരം കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അകമലയിൽ നിന്ന് മാരാത്തുകുന്ന് ഈ നഗറിലേക്ക് എത്തുന്ന ഒരു റോഡാണ്. അത് നമ്മൾ ആദ്യം 6 ലക്ഷം രൂപയാണ് നമ്മൾ അതിന് വകയിരുത്തിയിട്ടുണ്ടായി. അപ്പോൾ ആ 6 ലക്ഷം കൊണ്ട് ഇതേപോലത്തെ സൈഡ് കെട്ടുകളാണ് ഉണ്ടായിരുന്നത്. അത് ഇടിഞ്ഞു പോകുക. അപ്പോൾ അവിടെ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മറിഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ സൈഡ് കെട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ആ റോഡിൻ്റെ റീടാറിങ്ങിന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫ്ലഡിൻ്റെ വർക്കിൽ അത് ഉൾപ്പെടുത്താൻ പാടില്ല. അത് നമുക്ക് അതിനെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ കളക്ട്രേറ്റിലൊക്കെ പോയി പറഞ്ഞു. അപ്പോൾ അത് പുതിയൊരു മതിൽ കെട്ടാനായിട്ടുള്ളൊരു സംവിധാനം ഫ്ലഡിൻ്റെ ഇല്ല. അത് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യേണ്ട കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഫണ്ട് നമുക്ക് ലഭിച്ചില്ല. ഇപ്രാവശ്യം നമ്മൾ 6 ലക്ഷം രൂപയാണ് ആ 3.5 ലക്ഷം രൂപ പണി ചെയ്ത ആൾക്ക് കൊടുക്കാനും പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് 6 ലക്ഷം രൂപ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കത് പൊളിച്ച് ആ റോഡ് മുഴുവനായിട്ട് പൊളിച്ച് വെറുതെ റീടാറിങ് ചെയ്യല്ല, അത് പൊളിച്ച് പണിയുന്നതിന് വേണ്ട നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതും ഈ മാർച്ച് കഴിഞ്ഞോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഡിവിഷനിലെ പരമാവധി റോഡുകൾ നമുക്ക് ഓറഞ്ച് ഗാർഡൻ എന്ന് പറയുന്നത് നമ്മുടെ പവർ ഹൗസ് അത് മാറിപ്പോയതാണ്, വേറെ ഡിവിഷനിലേക്ക് പോയതാണ്. ആ റോഡ് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 2 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇവിടെ ലക്ഷമേട് നമ്മുടെ ഈ ഡിവിഷനിൽ ഉൾപ്പെട്ടതായിരുന്നു. അവിടെ നമ്മൾ പുതിയ കുടിവെള്ള പദ്ധതി അവർക്ക് മാത്രമായിട്ടൊരു കുടിവെള്ള പദ്ധതി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഡിവിഷൻ 20ലേക്ക് മാറിപ്പോയി. എങ്കിലും ആ പ്രദേശത്തെ ആളുകൾക്ക് അവരുടെ ലക്ഷമേട്ടിലൂടെ കടന്നു പോകുന്ന റോഡ് കോൺക്രീറ്റിങ്ങിന് വേണ്ടി 5 ലക്ഷം രൂപ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഡിവിഷനിലേക്ക് എനിക്ക് പുതിയ പദ്ധതികളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും മങ്കരയിലത്തെ ഒരു പ്രദേശം നമുക്ക് ഏകദേശം 60-ഓളം കുടുംബങ്ങൾ നമ്മുടെ ഈ ഡിവിഷനിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിലവിൽ. അവിടെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്, പക്ഷേ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാവുന്നൊരു സാഹചര്യം കുറവാണ്. അപ്പോൾ നമ്മുടെ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് 7 കുടിവെള്ള പദ്ധതികളുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുന്ന ജനങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്കൊരു കുടിവെള്ളത്തിൻ്റെ കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. അവിടെ നിലവിലുള്ള കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ മോട്ടറിൻ്റെ പ്രശ്നം മറ്റു കാര്യങ്ങളൊക്കെയാണ്. അവിടെ നീലാറപ്പാടത്ത് വലിയ ഒരു കുളം പോലെയൊക്കെ എത്തി നമുക്ക് അവിടെ വെള്ളം എല്ലാവർക്കും എത്തിക്കാവുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതൊന്നും കൂടി നല്ല രീതിയിൽ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് കുടിവെള്ളവുമായി എന്തായാലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്ന് കൊണ്ടുപോകാനുണ്ട്. എന്തായാലും വിജയിക്കട്ടെ, കൂടുതൽ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകട്ടെ. എന്തായാലും എല്ലാവിധ ആശംസകളും. അപ്പോൾ അടുത്ത നാട്ടിലോട്ട് പരിപാടിയുമായി നമുക്ക് മുന്നോട്ട് പോകാം മറ്റു സ്ഥാനാർത്ഥികളിലേക്ക്. വടക്കാഞ്ചേരിയിൽ ഇനി ഈസിയായി ഐഫോൺ കിട്ടും. 0 ഡൗൺ പേയ്മെന്റിൽ 0 ഇൻട്രസ്റ്റോടെ. എല്ലാവിധ സ്മാർട്ട് ഫോണുകളും തവണ വ്യവസ്ഥയിൽ. എല്ലാ ഫോണുകളുടെയും സർവീസിംഗിന് വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം. ഡിസ്പ്ലേ, ബാറ്ററി എന്നിവ 10 മിനിറ്റിൽ സർവീസ്. ഫോൺ സോൺ ബോയ്സ് ഹൈസ്കൂളിന് സമീപം സ്കൈ ബിൽഡിംഗ് വടക്കാഞ്ചേരി. ആക്സിസ് ബാങ്കിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 6282044414 8156812121.